ഹായ്, ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. അപ്പോൾ അതിനകത്ത് കമ്പോണൻസ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ്, ദെൻ ഹൗ ടു ക്വാണ്ടിഫൈ ഫിസിക്കൽ ട്രെയിനിങ്, FITT പ്രിൻസിപ്പിൾസ്, എന്താണ് അനേറോബിക് എക്സസൈസസ്, എന്താണ് എയറോബിക് എക്സസൈസസ്, പിന്നെ എങ്ങനെയാണ് നമ്മുടെ ബോഡി സിസ്റ്റംസ് അഡാപ്റ്റ് ടു ഡിഫറെൻറ്റ് എക്സസൈസ്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരാളും അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യാത്ത ഒരാളും, പലപ്പോഴും നമുക്ക് ഒരാളെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അയാൾ ഫിറ്റ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ ഫിറ്റ് ആയിട്ട് ഇരിക്കാനുള്ള ഒരാൾക്ക് വേണ്ട ഫിറ്റ്നസ് കമ്പോണൻസും, മറിച്ച് ഒരു സ്പോർട്സ് ചെയ്യുന്ന ആൾക്ക് വേണ്ട ഫിറ്റ്നസ് കമ്പോണൻസും ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് മുന്നോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ സപ്പോസ് ഒരാൾ ഫിറ്റ് ആണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശരാശരി ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻസ് 5 കമ്പോണൻസ് ഉണ്ട്. ഈ 5 കമ്പോണൻസിൽ അതേപോലെ ഫിറ്റ്നസ് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റ് ഫസ്റ്റ് കമ്പോണന്റ് ആണ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്. കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് വെച്ചാൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരുപാട് നേരം ദീർഘദൂരം ചെയ്യാനായിട്ട് സാധിക്കും, ഒരുപാട് ലോങ് പീരീഡ് ഓഫ് ടൈം അണ്ടർ ദ കണ്ടീഷൻ ഓഫ് ഫറ്റീഗ്. അതിനെയാണ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹാർട്ടും ലങ്സും ഒരുപാട് നേരം വർക്ക് ചെയ്യുന്നു. ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് അവിടെ തളരാതെ ഒരുപാട് നേരം നമ്മളെ വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്. കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് നമ്മുടെ ഫിറ്റ്നസിന്റെ ഒരു പ്രധാന അളവ് പോലെ തന്നെയാണ്. കാരണം നമ്മുടെ വൈറ്റൽ ഓർഗനായ ഹാർട്ടാണ് നമ്മുടെ ബോഡിയിലെ എൻറ്റയർ പാർട്ടിലേക്കും ബ്ലഡ് എത്തിക്കുന്നത്. ആ ബ്ലഡിലൂടെയാണ് നമ്മുടെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഒരു ശരാശരി ആരോഗ്യം തീർച്ചയായിട്ടും കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ തന്നെയാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ തന്നെയാണ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാർഡിയോ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവും ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ തീർച്ചയായിട്ടും കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് സഹായിക്കും എന്നുള്ളതാണ്. ഇനി എന്താണ് നമ്മുടെ കാർഡിയോ വർക്കൗട്ടിൽ വരുന്നത്? അപ്പോൾ കാർഡിയോ എക്സസൈസിൽ വരുന്ന ഇവൻസ് എന്ന് പറയുന്നത് നമ്മുടെ വാക്കിംഗ് ഒരു കാർഡിയോ ആണ്, അതായത് റണ്ണിങ് ഒരു കാർഡിയോ ആണ്, തീർച്ചയായിട്ടും സൈക്ലിംഗ് കാർഡിയോ ആണ്, സ്വിമ്മിങ് കാർഡിയോ ആണ്, റോയിങ് കാർഡിയോ ആണ്, ദെൻ എയറോബിക്സ് ആൻഡ് സുംബ എക്സസൈസസ്. അതായത് ഏത് ആക്ടിവിറ്റി ആണോ നമ്മൾ കുറേ നേരം ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതായത് നമ്മുടെ ഹാർട്ടും ലങ്സും ഉപയോഗിച്ച് ഒരുപാട് നേരം ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്കതിനെ തീർച്ചയായിട്ടും കാർഡിയോ എക്സസൈസിന്റെ പരിധിയിൽ കൊണ്ടുവരാം. തീർച്ചയായിട്ടും എല്ലാ കാർഡിയോ എക്സസൈസും നമ്മൾ 20 മിനിറ്റിൽ കുറയാതെ ചെയ്യുമ്പോഴാണ്, സപ്പോസ് റണ്ണിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ജോഗിങ് ആണെങ്കിൽ 20 മിനിറ്റിൽ കുറയാതെ ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും അത് എഫക്റ്റീവ് കാർഡിയോ ആയി മാറുന്നത്. സപ്പോസ് വാക്കിംഗ് ആണെങ്കിൽ 45 to 50 മിനിറ്റ്സ് ഒരു മിനിമം ഡ്യൂറേഷൻ ആണ്. അതിൽ താഴെ വന്നാൽ അത് തീർച്ചയായിട്ടും കാർഡിയോ ആയി മാറില്ല. ഇങ്ങനെ ഓരോ എക്സസൈസും ഈ പറഞ്ഞ വാക്കിംഗ്, റണ്ണിങ്, സ്വിമ്മിങ്, റോയിങ്, സൈക്ലിംഗ്, ഇതെല്ലാം തീർച്ചയായിട്ടും കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസിന്റെ പരിധി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾക്ക് കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ എക്സസൈസുകൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് പാരാമീറ്ററായ നമ്മുടെ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് അത് തീർച്ചയായിട്ടും നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റിൽ രണ്ടാമത്തെ പാരാമീറ്റർ ആണ് മസ്കുലാർ സ്ട്രെങ്ത് എന്ന് പറയും. മസ്കുലാർ സ്ട്രെങ്ത് എന്ന വാക്കിൽ തന്നെ ഉണ്ട് നമ്മുടെ മസിൽസിന്റെ എബിലിറ്റി ടു ഓവർകം റെസിസ്റ്റൻസ്. അതായത് നമുക്ക് റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനുള്ള നമ്മുടെ മസിൽസിന്റെ കഴിവിനെയാണ് നമ്മൾ തീർച്ചയായിട്ടും മസ്കുലാർ സ്ട്രെങ്ത് എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് മാക്സിമം ഫോഴ്സ് നമ്മുടെ ഒരു മസിലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മസിൽ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതിനെയാണ് തീർച്ചയായിട്ടും മസ്കുലാർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് തീർച്ചയായിട്ടും മസ്കുലാർ സ്ട്രെങ്തിനുള്ള ഫിറ്റ്നസ് കമ്പോണന്റ് വേണം. കാരണം മസ്കുലാർ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, കാരണം നമുക്കറിയാം നമ്മുടെ ബോൺസ് ആണ് ഒന്നല്ലെങ്കിൽ രണ്ടോ മൂന്നോ ബോൺസ് ചേരുമ്പോഴാണ് ജോയിന്റ് ആവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ജോയിന്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആ ജോയിന്റ് ഉണ്ടാവുന്ന മസിൽസ് തന്നെയാണ്. അപ്പൊ ആ മസ്കുലാർ സ്ട്രെങ്ത് ആണ് നമ്മുടെ ആ ജോയിന്റിന് മോർ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മസ്കുലാർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണം. ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റ് തന്നെയാണ് മസ്കുലാർ സ്ട്രെങ്ത്. അപ്പോൾ മസ്കുലാർ സ്ട്രെങ്ത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസസ് എല്ലാം മസ്കുലാർ സ്ട്രെങ്തിന്റെ പരിധി വരും. അതായത് നമ്മുടെ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് നമ്മുടെ മസിൽസിനെ ഫോഴ്സ് ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസ് അല്ല അതിനകത്ത് വരും. തീർച്ചയായിട്ടും നമ്മൾ 1 hour എക്സസൈസ് അല്ല നമ്മൾ ചെയ്യുന്ന
വെയിറ്റ് ഉപയോഗിച്ചും നമ്മളെ ഓൺ ബോഡി വെയിറ്റിലും നമ്മൾ ഓവർകം ചെയ്യുന്ന റെസിസ്റ്റൻസ്, അതെല്ലാം നമ്മുടെ മസ്കുലാർ സ്ട്രെങ്ത് എക്സസൈസിന്റെ പരിധി തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയാൻ വെച്ചാൽ നമുക്ക് സ്ക്വാട്ട് ഒരു മസ്കുലാർ സ്ട്രെങ്ത് എക്സസൈസ് ആണ്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസസ് ഉണ്ട്. നമ്മുടെ പുഷപ്സ്, അതിനകത്ത് മസ്കുലാർ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മസിൽസിന്റെ എബിലിറ്റി എക്സസൈസ് ചെയ്യാൻ, നമ്മുടെ മസിൽസിന് ഭാരം ഉയർത്താനുള്ള കഴിവ്, അതാണ് നമ്മൾ തീർച്ചയായിട്ടും മസ്കുലാർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻസിന്റെ രണ്ടാമത്തെ പാരാമീറ്റർ ആണ് മസ്കുലാർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞത് തേർഡ് വൺ ഈസ് മസ്കുലാർ എൻഡ്യൂറൻസ്. മസ്കുലാർ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിന്റെ കഴിവ്, അതായത് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം, കുറച്ച് നേരം, അധിക നേരം ചെയ്യാനുള്ള നമ്മുടെ മസിൽസിന്റെ കഴിവിനെയാണ് മസ്കുലാർ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. നമുക്ക് തളർച്ചയില്ലാതെ ഒരുപാട് നേരം നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ നമ്മളെ മസിൽസ് സഹായിക്കുമെങ്കിൽ അത് നമ്മുടെ മസ്കുലാർ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മസ്കുലാർ എൻഡ്യൂറൻസ് എന്നുള്ള ഫിറ്റ്നസ് കമ്പോണന്റ് അറ്റൈൻ ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് കുറേ നേരം ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ, സപ്പോസ് ആ ആക്ടിവിറ്റിക്ക് പ്രൊലോങ്ഡ് ആയിട്ട് ചെയ്യുമായിരിക്കും, നമുക്ക് തളർച്ച വരാതെ ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒന്നാണ് മസ്കുലാർ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞ കമ്പോണന്റ്. അപ്പോൾ നമ്മളെല്ലാവരും ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റ് വരുന്ന പാരാമീറ്ററിൽ മസ്കുലാർ എൻഡ്യൂറൻസ് എല്ലാവരും ബിൽഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മസ്കുലാർ എൻഡ്യൂറൻസ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സിറ്റപ്സ്, കിടന്ന് ചെയ്യുന്ന സിറ്റപ്സ്, പ്ലാങ്ക്, ഇതെല്ലാം തീർച്ചയായിട്ടും മസ്കുലാർ എൻഡ്യൂറൻസിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റികൾ നമ്മളെ മസിൽസിന്റെ എൻഡ്യൂറൻസ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യും. അപ്പം നമുക്ക് ഒരുപാട് നേരം എക്സസൈസ് ചെയ്യാനുള്ള കഴിവ് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ്. അപ്പം നാലാമത്തെ കമ്പോണന്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. ആ വാക്ക് എന്ന് പറയാൻ ബി ഫ്ലെക്സിബിൾ, അതായത് നമ്മുടെ ഒരു ജോയിന്റ് മാക്സിമം മൂവ്മെന്റ് റേഞ്ച് ഓഫ് മോഷനിൽ മൂവ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയുടെ ഗുണം കൊണ്ടാണ്. സോ ഫ്ലെക്സിബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് the ability of the joint to produce maximum range of motion, അല്ലെങ്കിൽ maximum range of movement in a joint is called as flexibility. നമുക്ക് ഫ്ലെക്സിബിലിറ്റി കൂടുന്തോറും ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഫ്ലെക്സിബിലിറ്റി കൂടുന്തോറും നമുക്ക് ഇഞ്ചുറി ചാൻസ് കുറയും. അതായത് നമ്മൾ ഫ്ലെക്സിബിലിറ്റി കൂടുമ്പോഴാണ് നമ്മൾ മസിൽസിനെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു ജോയിന്റ് മാക്സിമം ഫ്ലെക്സിബിൾ ആവുക എന്ന് വെച്ചാൽ ആ ജോയിന്റിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന മസിൽസ് എല്ലാം മാക്സിമം സ്ട്രെച്ചിങ് എത്തും എന്നുള്ളതാണ്. നമ്മൾ പ്രായമാകുന്ന എന്ന് പറയുന്നത് തന്നെ, ഏജിങ് എന്ന് പറയുന്നത് നമ്മുടെ മസിൽസ് ചുരുങ്ങുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ അവരെ എന്ത് ആക്ടിവിറ്റിയാണ് ആദ്യം തുടങ്ങുന്നത് വെച്ചാൽ, ബേസിക്കലി 5 വയസ്സാകുമ്പോൾ തുടങ്ങുന്ന ആക്ടിവിറ്റി സ്വിമ്മിങ്, ജിംനാസ്റ്റിക്സുമാണ്. അത് ബേസിക്കലി ഫ്ലെക്സിബിലിറ്റി ബിൽഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഈ കൊച്ചുനാളിലെ ഫ്ലെക്സിബിലിറ്റി ബിൽഡ് ചെയ്താൽ അത് കുറച്ച് വളരെ എളുപ്പമായിരിക്കും, നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആവും. നല്ല ഫ്ലെക്സിബിൾ ആയാൽ നമുക്ക് നല്ല മൂവ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ഇഞ്ചുറി വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റിൽ വരുന്ന ഒരു പ്രധാന കമ്പോണന്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. അപ്പം ഫ്ലെക്സിബിലിറ്റി എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യണം. ഫ്ലെക്സിബിലിറ്റി ചെയ്യാൻ നമുക്ക് 2 ടൈപ്പ് സ്ട്രെച്ചിങ് പ്രധാനമായിട്ടും പറയുന്നത്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നതാണ് ഡൈനാമിക് സ്ട്രെച്ചിങ് ഉണ്ട്, സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ഉണ്ട്. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ മസിൽസ്. ഡൈനാമിക് സ്ട്രെച്ചിങ്ങിന്റെ ഒരു ഇസെൻട്രിക് കോൺട്രാക്ഷൻ ആണ്, ദർ ഇസ് ചേഞ്ച് ഇൻ ദ ലെങ്ത് ഓഫ് ദ മസിൽസ്. അപ്പം ഈ 2 ടൈപ്പ് ഓഫ് സ്ട്രെച്ചിങ് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ഏർലി മോർണിംഗ് നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്താൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റിലെ നാലാമത്തെ പാരാമീറ്ററായ ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൂട്ടുക, നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ കൂടും. അപ്പോൾ നമ്മുടെ മസിൽസിന്റെ എലാസ്റ്റിസിറ്റി കൂടും, വി വിൽ ബി മോർ ആക്റ്റീവ്. ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻസിലെ 5ാമത്തെ കമ്പോണന്റ് ആണ് ബോഡി കോമ്പോസിഷൻ. ബോഡി കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ശരീരത്തിലുള്ള ഫാറ്റ്, മസിൽസ്, ബോൺ, വാട്ടർ ആൻഡ് അതർ ടിഷ്യൂസ് ഇൻ ദ ബോഡി. അല്ലെങ്കിൽ നമുക്ക് ബോഡി കമ്പോസിഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ബോഡി ഫാറ്റ് റിലേറ്റഡ് ടു ഫാറ്റ് ഫ്രീ മാസ്. അപ്പം തീർച്ചയായിട്ടും ഇതിനെയാണ് നമ്മൾ ബോഡി കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻസിന്റെ കണക്ക് തന്നെയാണ് സ്പോർട്സ് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു ശരാശരി ആള് അല്ലെങ്കിൽ സാധാരണക്കാരൻ ഫിറ്റ് ആയിട്ടിരിക്കാൻ തീർച്ചയായിട്ടും ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റ് 5 പാരാമീറ്ററാണ് വേണ്ടത്. എന്നാൽ ഒരാൾ സ്പോർട്സ് റിലേറ്റഡ് കമ്പോണന്റ് അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ വേണ്ട കമ്പോണൻസ് ആണ് സ്പോർട്സ് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റ്. അതിനകത്ത് നമുക്ക് 6 കമ്പോണൻസ് ആണ് വരുന്നത്. ഒന്നാമതാണ് സ്പീഡ് എന്ന് പറഞ്ഞത്. സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എബിലിറ്റി ടു കവർ മാക്സിമം ഡിസ്റ്റൻസ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം.
നമ്മൾ ബോഡി കുറച്ചും കൂടെ ക്വിക്ക് ആക്കാൻ, അതായത് നമ്മുടെ ബോഡി കൂടുതൽ ഡിസ്റ്റൻസ് നമുക്ക് കുറച്ച് സമയത്തുള്ള കവർ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് സ്പോർട്സ് റിലേറ്റഡ് കമ്പോണന്റ് തന്നെയാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സ്പോർട്സ് ചെയ്യുന്നതിന് നമുക്ക് ബേസിക് ഒരു സ്പീഡ് ഉണ്ടായിരിക്കണം. ആ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും സ്പോർട്സ് റിലേറ്റഡ് കമ്പോണൻസ് വരുന്ന ഒന്നാമത്തെ പാരാമീറ്റർ ആണ് സ്പീഡ്. രണ്ടാമത്തെ പാരാമീറ്റർ ആണ് എജിലിറ്റി എന്ന് പറയും. എജിലിറ്റി മീൻസ് ഇറ്റ് ഇസ് എബിലിറ്റി ടു ചേഞ്ച് ഡയറക്ഷൻ ക്വിക്ലി. നമുക്ക് നമ്മളെ ബോഡി ഒരു ദിശയിൽ പോകുമ്പോൾ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എജിലിറ്റി എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു സ്പോർട്സ് റിലേറ്റഡ് കമ്പോണന്റ് ആണ്. നമ്മൾ തീർച്ചയായിട്ടും എജിലിറ്റി എന്ന ഫാക്ടർ ബിൽഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ഈസ് പവർ. പവർ എന്ന് പറയുന്നത് സ്പീഡും സ്ട്രെങ്തിന്റെയും കോമ്പിനേഷൻ ആണ് പവർ എന്ന് പറയുന്നത്. നമ്മൾ സ്പീഡും സ്ട്രെങ്തും നമുക്ക് ഒരേ കണക്ക് ജനറേറ്റ് ചെയ്ത് അതിന്റെ ഒരു ഇക്വാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് പവർ അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ ഈസ് റിയാക്ഷൻ എബിലിറ്റി. അതായത് റിയാക്ഷൻ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റി ടു റിയാക്ട് ടു സിഗ്നൽ ഫാസ്റ്റർ. നമ്മൾ പെട്ടെന്ന് ഒരു സിഗ്നലിന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ 100 മീറ്റേഴ്സ് സ്റ്റാർട്ടിൽ നമ്മൾ അത്ലറ്റ് ചെയ്യുമ്പോൾ ആ ഗൺ ഷോട്ടിൽ തന്നെ ക്വിക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ ക്വിക്ക് സ്റ്റാർട്ട് കിട്ടും. തീർച്ചയായിട്ടും അത് ഒരു അത്ലറ്റിന് റിയാക്ഷൻ എബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നമ്മുടെ ബോഡി ഒരു സിഗ്നലിനെതിരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും റിയാക്ഷൻ എബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോർഡിനേറ്റീവ് എബിലിറ്റി അല്ലെങ്കിൽ കോർഡിനേഷൻ. അതായത് നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു മൂവ്മെന്റ് എഫിഷ്യൻസി ആയിട്ടും ഒരു പ്രിസൈസോടെയും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കോർഡിനേറ്റീവ് എബിലിറ്റി എന്ന് പറയും. അതായത് കോർഡിനേറ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ കഴിവാണ്. ഡിഫറെന്റ് മൂവ്മെന്റ്സിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ബോഡിയുടെ കഴിവാണ് നമ്മുടെ കോർഡിനേറ്റീവ് എബിലിറ്റി. തീർച്ചയായിട്ടും നമ്മുടെ കോർഡിനേറ്റീവ് എബിലിറ്റി നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ലാസ്റ്റ് വൺ ഈസ് ബാലൻസ് എന്ന് പറയുന്നത്. ബാലൻസ് എന്ന് പറയാൻ നമ്മളെ ബോഡിയെ സ്റ്റേബിൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ. നമുക്കറിയാം, നമുക്ക് ബോഡി ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയുടെ എൻറ്റയർ പാർട്ടും കോർഡിനേറ്റ് ചെയ്ത് എല്ലാം ഒരേ കണക്ക് ഫങ്ഷൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിയെ സ്റ്റേബിൾ ആക്കാൻ സാധിക്കൂ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണൻസ് ഒരു ശരാശരി ഒരു സാധാരണക്കാരൻ തീർച്ചയായിട്ടും ഫിറ്റ്നസ് അസോസിയേറ്റ് അദ്ദേഹത്തിന് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റും ഒരു സ്പോർട്സ് പേഴ്സന്റെ ഫിറ്റ്നസ് അസസ് ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് സ്പോർട്സ് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റ്. അപ്പോൾ നമുക്ക് ഈ ഫിറ്റ്നസിന്റെ 2 പാരാമീറ്റർ ഉണ്ട്, ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് കമ്പോണന്റും സ്പോർട്സ് റിലേറ്റഡ് ഫിറ്നസ് കമ്പോണന്റ്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് ഇത്രയും മനസ്സിലാക്കിയാൽ നമുക്ക് ബേസിക് ഫിറ്റ്നസിന്റെ ആ ഒരു ഡെഫിനിഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ കമ്പോണൻസ് എല്ലാം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ശരാശരി ഫിറ്റ്നസ്. അതായത് ഞാൻ രണ്ട് ഒരു സാധാരണക്കാരൻ ഒരു സ്പോർട്സ് ചെയ്യുന്ന ആൾ, ഈ 2 പാരാമീറ്റർ 2 ഏരിയയിൽ തീർച്ചയായിട്ടും നമ്മൾ എംബസൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഫിറ്റ്നസ് ബിൽഡ് ചെയ്യണം. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് FITT പ്രിൻസിപ്പിൾസ്. എന്താണ് ഈ FITT പ്രിൻസിപ്പിൾസ്? അതായത് നമ്മളൊരു എക്സസൈസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് എക്സസൈസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ചില സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇത് ഫോളോ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നല്ലൊരു എക്സസൈസ് പ്രോഗ്രാം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിന് പറയുന്ന പേരാണ് FITT പ്രിൻസിപ്പിൾസ്. അപ്പോൾ FITTയിൽ F എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്, I എന്ന് പറയുന്നത് ഇന്റൻസിറ്റി, T ഫോർ ടൈം ആൻഡ് T ഫോർ ടൈം. അപ്പൊ ഇങ്ങനെയാണ് FITT പ്രിൻസിപ്പിളിനകത്ത് വരുന്ന ഘടകങ്ങൾ. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താന്ന് നോക്കാം. തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു പ്ലാൻഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ദർ ഇസ് നോ കൺസിസ്റ്റൻസി, അവിടെ ഇമ്പ്രൂവ്മെന്റും ഉണ്ടാവില്ല. നമ്മുടെ എക്സസൈസ് പ്രോഗ്രാം കറക്റ്റായി മാറുകയില്ല. ഏതൊരു എക്സസൈസ് പ്രോഗ്രാം അതിന്റെ സയന്റിഫിക് രീതിയിൽ ഡിസൈൻ ചെയ്യുമ്പോഴാണ് അത് എഫക്റ്റീവായി മാറുന്നത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ FITT പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു എഫക്റ്റീവ് എക്സസൈസ് പ്രോഗ്രാം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ നോ ഇമ്പ്രൂവ്മെന്റ്. നമ്മൾ ചെയ്ത് കുറേ നാൾ നോക്കുന്നുണ്ട്, നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഇല്ല. നമ്മൾ ഈ ഒരു എക്സസൈസ് പ്രോഗ്രാമിൽ നിന്ന് പലപ്പോഴും ആൾക്കാർ വിഡ്രോ ചെയ്യുന്നതായിട്ട് കാണാം. ഈ വിഡ്രോയിൽ ചെയ്ത് സയന്റിഫിക് പ്രിൻസിപ്പിൾസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ നല്ല ട്രെയിനറിന്റെ കൂടെ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ തോന്നിക്കുന്നു. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ദേ ആർ ഫോളോയിങ് ഗുഡ് സ്ട്രിക്ട്ലി ദ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഓഫ് ട്രെയിനിങ്. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്നതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്ന പാരാമീറ്റർ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നിങ്ങൾ ഒരാഴ്ച എത്ര പ്രാവശ്യം എക്സസൈസ് ചെയ്യുന്നു, ഹൗ ഓഫൺ യു എക്സസൈസ് ഇൻ എ വീക്ക്, അതാണ് പ്രധാനമായിട്ടും ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു ശരാശരി എക്സസൈസ് പ്രോഗ്രാമിന് വേണ്ടി സാധാരണ ആൾക്കാർ 3 to 5 days ആണ് ഒരാഴ്ചയിൽ എക്സസൈസിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ആ ഒരു പ്രോഗ്രഷനും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റും ഉണ്ടാകത്തുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒരാഴ്ചയിൽ എത്ര ദിവസം എക്സസൈസ് ചെയ്യുന്നതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ FITTയിലെ ആദ്യത്തെ പ്രിൻസിപ്പിളാണ് വരുന്ന മാറ്ററാണ് ഫ്രീക്വൻസി. അപ്പം ഹൗ ഓഫൺ യു എക്സസൈസ്. രണ്ടാമത്തതാണ് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി എന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും തീവ്രത. നമ്മൾ ചെയ്യുന്ന എക്സസൈസിന്റെ ഇന്റൻസിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്
ഇമ്പ്രൂവ്മെന്റിനെയും നമ്മുടെ ബോഡിയുടെ അഡാപ്റ്റേഷനെയും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഇന്റൻസിറ്റി എങ്ങനെ കണക്ക് കൂട്ടുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോസ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നു, അതിൽ വെയിറ്റ് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓടുന്നതിന് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന റെപ്പറ്റീഷൻസിന്റെ നമ്പർ കൂട്ടുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇന്റൻസിറ്റി കൂട്ടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബൈ ആഡിങ് external weights, by running faster or doing more number of repetitions. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്റൻസിറ്റി ആണ് നമ്മുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു പാരാമീറ്റർ. അത് ഡിസൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ എത്രത്തോളം വേഗതയിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് ഏത് ലെവലാണ് ചെയ്തെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തതാണ് നമ്മൾ പറയുന്നത് ടൈം എന്ന് പറഞ്ഞത്. ടൈം മീൻസ് ദ ഡ്യൂറേഷൻ ഓഫ് എക്സസൈസ്. അതായത് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് എക്സസൈസ്, ഹൗ മച്ച് ടൈം യു ആർ സ്പെൻഡിങ് ഫോർ ഈച്ച് എക്സസൈസ്. ഓരോ എക്സസൈസിനും വേണ്ടി നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു. സപ്പോസ് നമ്മൾ കാർഡിയോയ്ക്ക് വേണ്ടി 30 minutes ഓഫ് കാർഡിയോ, ഇങ്ങനെ ഒരു ഡ്യൂറേഷൻ സെറ്റ് ചെയ്യും. നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഒരു മിനിമം ഒരു 45 to 50 minutes, അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു മിനിമം ഡ്യൂറേഷൻ വാക്കിംഗ്. അങ്ങനെ ഇങ്ങനെയുള്ള ഡ്യൂറേഷൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നതിനാണ് ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു സെഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചിലവാക്കുന്ന ടൈം, ആ ഡ്യൂറേഷൻ നമ്മൾ പ്ലാൻഡ് ആയിരിക്കും. എന്നാൽ മാത്രമേ ആ ഒരു എക്സസൈസ് പ്രോഗ്രാം എഫക്റ്റീവ് ആയി മാറും. ലാസ്റ്റ് ടി ഈസ് ഫോർ ടൈപ്പ്. എന്ത് ടൈപ്പ് എക്സസൈസ് ആണ് നമ്മുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ചില ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ചില ദിവസം കാർഡിയോ ആയിരിക്കും, അടുത്ത നെക്സ്റ്റ് ഡേ സ്പീഡായിരിക്കും, അതിൻ്റെ നെക്സ്റ്റ് ഡേ സ്ട്രെങ്ത് ആയിരിക്കും, അതിൻ്റെ നെക്സ്റ്റ് ഡേ ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും. ഇങ്ങനെ ടൈപ്പ് ഓഫ് എക്സസൈസ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിന് ഉള്ള ഡിഫറെൻറ്റ് എക്സസൈസസ്, അതിനെയാണ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഘടകങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രമേ നല്ലൊരു എക്സസൈസ് പ്രോഗ്രാം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് ഫ്രീക്വൻസി, ഇന്റൻസിറ്റി, ടൈപ്പ്. ഇതിനെയാണ് FITT പ്രിൻസിപ്പിൾ വേണ്ടത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു എഫക്റ്റീവ് എക്സസൈസ് പ്രോഗ്രാം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എഫക്റ്റീവ് എക്സസൈസ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഘടകങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വേണം. FITT പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ട്രെയിനിങ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. FITT പ്രിൻസിപ്പിൾസിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അപ്പോൾ നമ്മുടെ ആഴ്ചയിൽ എത്ര ദിവസം ചെയ്യണമെന്ന് ചോദിച്ചാൽ 5 days in a week ആണ് പറയുന്നത്. അതിൽ തന്നെ 3 ദിവസം കാർഡിയോയും 2 ദിവസം സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. അപ്പം അതിൻ്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് മോഡറേറ്റ് ടു ഹൈ ആണ്. ഇനി അതിനകത്ത് എത്ര നേരം ചെയ്യണമെന്ന് ചോദിച്ചാൽ 45 minutes ആണ് ഒരു ഡ്യൂറേഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ അതിനകത്ത് എന്ത് കാർഡിയോ വർക്കൗട്ട് ഉൾപ്പെടുന്നു വെച്ചാൽ തീർച്ചയായിട്ടും റണ്ണിങ്, സൈക്ലിംഗ് ഉൾപ്പെടുത്താം, ഫുൾ ബോഡി സ്ട്രെങ്ത് ട്രെയിനിങ്. ഇങ്ങനെ ഒരു സാധനം ഡിസൈൻ ചെയ്താൽ നിങ്ങൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കാർഡിയോ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാമിന്റെ ഒരു FITT പ്രിൻസിപ്പിൾ ഉപയോഗിച്ച്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത ടോപ്പിക്കാണ് എന്താണ് എയറോബിക് എക്സസൈസ്, എന്താണ് അനേറോബിക് എക്സസൈസ്. അപ്പം എയറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, അതായത് നമ്മൾ ഓക്സിജൻ കൺസ്യൂം ചെയ്ത് കുറേ നേരം പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ആക്ടിവിറ്റി ചെയ്യുന്നു അണ്ടർ ദ കണ്ടീഷൻ ഓഫ് ഫാറ്റിഗ്. ഒരുപാട് നേരം നമുക്ക് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സഹായിക്കും, നമ്മൾ ഓക്സിജൻ കൺസപ്ഷൻ കൂടുന്നു. അതിനെയാണ് തീർച്ചയായിട്ടും നമ്മുടെ എയറോബിക് എക്സസൈസ്, അതായത് ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ എക്സസൈസ് ലോങ് ഡ്യൂറേഷൻ ചെയ്യുന്നതിനെയാണ് എയറോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എയറോബിക് എക്സസൈസിന് എക്സാമ്പിൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും സൈക്ലിംഗ്, വാക്കിംഗ്, റോയിങ്, സ്വിമ്മിങ്, സൂംബ, ഇതെല്ലാം തീർച്ചയായിട്ടും എയറോബിക് എക്സസൈസിനെ പറ്റി വരും. അതായത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ നമ്മളെ ഹാർട്ടിൽ ബ്ലഡ് ഇനഫ് എമൗണ്ട് ഓഫ് ബ്ലഡ് സപ്ലൈ ടു ദ ഓർഗൻസ്, ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി. അങ്ങനെ ഒരുപാട് ഓക്സിജൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് തീർച്ചയായിട്ടും നമ്മൾ എയറോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് അനേറോബിക് എക്സസൈസ്? അനേറോബിക് എക്സസൈസ് മീൻസ് ആക്ടിവിറ്റി ഫോർ എ ലാസ്റ്റ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. കുറച്ച് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് തീർച്ചയായിട്ടും അനേറോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അനേറോബിക് എക്സസൈസ് കുറച്ച് ഓക്സിജൻ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അതായത് നമ്മൾ ഓക്സിജന്റെ ലിമിറ്റഡ് അവൈലബിലിറ്റി നമ്മൾ ഷോർട്ട് മൂവ്മെന്റ്സ് എക്സ്പ്ലോസീവ്, ഷോർട്ട് ആൻഡ് എക്സ്പ്ലോസീവ് മൂവ്മെന്റ്സ് ചെയ്യുന്നതിനാണ് പറയുന്നതിനാണ് തീർച്ചയായിട്ടും അനേറോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. അനേറോബിക് എക്സസൈസിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും വെയിറ്റ് ലിഫ്റ്റിംഗ് വിത്ത് മോർ വെയ്റ്റ്സ്, ദെൻ എക്സ്പ്ലോസീവ് ജംപ്സ്, എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ട്രെയിനിങ്, ദെൻ വെർട്ടിക്കൽ ജംപ്, ഇതെല്ലാം തീർച്ചയായിട്ടും അനേറോബിക് എക്സസൈസിന്റെ പരിധി വരും. അപ്പോൾ എയറോബിക് എക്സസൈസ് ഓക്സിജന്റെ പ്രസൻസും മറ്റേ ഷോർട്ട് ഡ്യൂറേഷനിൽ ചെയ്യുന്നതാണ് അനേറോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എനി ബോഡി മൂവ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ skeletal muscles that requires energy expenditure.
നമ്മുടെ സ്കെൽറ്റൽ മസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് മൂവ്മെന്റ് അത് എനർജി എക്സ്പെൻഡിച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പക്ഷേ എക്സസൈസ് എന്ന് പറയുന്നത് എ സബ്സെറ്റ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. അതിലൊരു പ്ലാൻഡ് ആയിരിക്കും, സ്ട്രക്ചേർഡ് ആയിരിക്കും, റെപ്പറ്റേറ്റീവ് ആയിരിക്കും. അത് ആ ഒരു പ്രോഗ്രാം പേരാണ് എക്സസൈസ്. ഇതാണ് ഫിസിക്കൽ ആക്ടിവിറ്റിയും എക്സസൈസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ പലപ്പോഴും നമ്മൾ എനർജി എക്സ്പെൻഡിച്ചർ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നത്, ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിനകത്ത് ഉള്ള ഒരു വാക്കാണ് മെറ്റാബോളിക് ഇക്വലന്റ് ഓഫ് ടാസ്ക് അഥവാ MET എന്ന് പറയുന്നത്. MET എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ്. ഇറ്റ്സ് എ റേറ്റ് അറ്റ് വിച്ച് യുവർ എനർജി എക്സ്പെൻഡിച്ചർ ഇൻ റിലേഷൻ ടു യുവർ ബോഡി മാസ് വെൻ യു പെർഫോം സം ഫിസിക്കൽ ആക്ടിവിറ്റി. നിങ്ങൾ ഏതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി മാസുമായിട്ട് റിലേറ്റ് ചെയ്ത് എത്രമാത്രം എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടാകും, അതിനെയാണ് മെറ്റാബോളിക് ഇക്വലന്റ് ഓഫ് ടാസ്ക് എന്ന് പറയുന്നത്. മെറ്റാബോളിക് ഇക്വലന്റ് ഓഫ് ടാസ്ക് ആണ് നമുക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയെ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി മെറ്റാബോളിക് ഇക്വലന്റ് ഓഫ് ടാസ്കിനെ എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, സപ്പോസ് 1 MET അല്ലെങ്കിൽ 1 മെറ്റാബോളിക് ഇക്വലന്റ് ഓഫ് ടാസ്ക് എന്ന് പറയുന്നത് ഒരാൾ ചുമ്മാ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സിറ്റിംഗ് റെപ്രസെന്റ് ദ എനർജി കൺസ്യൂംഡ് ഡ്യൂറിങ് സിറ്റിംഗ് 3.5 ml ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് പെർ ബോഡി വെയിറ്റ്. അപ്പം 1 MET എന്ന് പറയുന്നത് വളരെ ഒരു സിമ്പിൾ സിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ലോ ഇന്റൻസിറ്റി ആക്ടിവിറ്റി. സപ്പോസ് 3 to 6 MET എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റി ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റും. 6 മേളിൽ 6 MET ആണെങ്കിൽ അതിനെ നമുക്കൊരു ഹൈ ഇന്റൻസിറ്റി അല്ലെങ്കിൽ വിഗറസ് ആക്ടിവിറ്റി, സപ്പോസ് റണ്ണിങ്, സ്വിമ്മിങ്, കൊലാപ്സ്, ഇതിനെല്ലാം തീർച്ചയായിട്ടും നമുക്ക് ഹൈ ഇന്റൻസിറ്റി ആക്ടിവിറ്റി അല്ലെങ്കിൽ വിഗറസ് ആക്ടിവിറ്റി നമുക്ക് ഒരു 6 MET, അതായത് 6 മെറ്റാബോളിക് ഇക്വലന്റ് ഓഫ് ടാസ്ക് എന്നുള്ള ആ ഒരു റേഷ്യോയിൽ കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ എന്തിനാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ചോദിച്ചാൽ, തീർച്ചയായിട്ടും നമ്മൾ എനർജി എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എത്രമാത്രം എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കും അതിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റിയ ഒന്നാണ് മെറ്റാബോളിക് ഇക്വലന്റ് ഓഫ് ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പം ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ അത് ലോ ഇന്റൻസിറ്റി ആക്ടിവിറ്റിയാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് 1 MET എന്ന് പറഞ്ഞാൽ അത് ലോ ഇന്റൻസിറ്റി ആക്ടിവിറ്റി തന്നെയാണ്. 3ക്ക് താഴെ 3 to 6 എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റി ആക്ടിവിറ്റി. 6ന് മുകളിൽ എപ്പോഴും വിഗറസ് ഇന്റൻസിറ്റി ആക്ടിവിറ്റി എന്നത്. പിന്നെ നമ്മൾ ഈ ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വേറെ മെത്തേഡ് നമുക്ക് തീർച്ചയായിട്ടും ഹാർട്ട് റേറ്റിന്റെ ബേസിക്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇന്റൻസിറ്റി കണക്കാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇന്റൻസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് 50% ആണെങ്കിൽ തീർച്ചയായിട്ടും അത് 50% താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലോ ഇന്റൻസിറ്റി ആക്ടിവിറ്റി ആയിരിക്കും. 50 to 70 ആണെങ്കിൽ അത് മോഡറേറ്റ് അല്ലെങ്കിൽ മീഡിയം ഇന്റൻസിറ്റി ആക്ടിവിറ്റി ആയിരിക്കും. 70% മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈ ഇന്റൻസിറ്റി ആക്ടിവിറ്റി ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന എക്സസൈസിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ MET അല്ലെങ്കിൽ MET ഒക്കെ ഉപയോഗിച്ച് തീർച്ചയായിട്ടും നമുക്ക് എനർജി എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് എനർജി എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷൻ നടത്തി നോക്കാനായിട്ട് പറ്റും. അതിനൊരു സ്റ്റാൻഡേർഡ് ഫോർമുല ഉണ്ട്. ഇപ്പൊ നമ്മുടെ എനർജി എക്സ്പെൻഡിച്ചർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും നമുക്ക് MET വാല്യൂ, അതായത് നമുക്ക് അറിയാം ഡിഫറെന്റ് ഇന്റൻസിറ്റി ചെയ്യുമ്പോൾ MET വാല്യൂ, ആ MET വാല്യൂ ഉപയോഗിച്ച് തീർച്ചയായിട്ടും നമ്മളെ എനർജി എക്സ്പെൻഡിച്ചർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കിലോ കലോറി പെർ മിനിറ്റിൽ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല ഉണ്ടെന്നുള്ളതാണ്. അതായത് MET ഇൻറ്റു കിലോഗ്രാം ഇൻറ്റു 3.5 ഡിവൈഡ് ബൈ 200. ഈ വാല്യൂ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പൊ ആ വാല്യൂ ആണ് തീർച്ചയായിട്ടും നമ്മുടെ എനർജി എക്സ്പെൻഡിച്ചർ, അതായത് കിലോ കലോറി പെർ മിനിറ്റ്. സപ്പോസ് ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഈ എനർജി എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സപ്പോസ് ഒരു 60 കിലോ ഉള്ള ഒരാൾ, അയാളുടെ MET വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. അതായത് ചെയ്യുന്ന ഇന്റൻസിറ്റി 6 ആണ് ആ MET വാല്യൂ എന്ന് പറയുന്നത്. സപ്പോസ് അയാൾ 30 മിനിറ്റ്സ് എക്സസൈസ് ചെയ്താൽ എത്ര എനർജി എക്സ്പെൻഡിച്ചർ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതിയാവും. അതായത് MET വാല്യൂ 6 ആണ്. 6 ഇൻറ്റു വെയിറ്റ് 60 ഇൻറ്റു 3.5 ബൈ 200. അതാണ് അദ്ദേഹത്തിന്റെ 1 മിനിറ്റിനുള്ള എനർജി എക്സ്പെൻഡിച്ചർ. ഇനി 30 മിനിറ്റ്സിലാണെങ്കിൽ ഈ കിട്ടിയ വാല്യൂ, ഈ എനർജി എക്സ്പെൻഡിച്ചർ കിട്ടിയ വാല്യൂ ഇൻറ്റു 30 കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ MET ഉപയോഗിച്ച് നമുക്ക് അയാളുടെ എനർജി എക്സ്പെൻഡിച്ചർ, ഒരു വ്യക്തി അല്ലെ എക്സസൈസ് ചെയ്യുന്ന ഒരാളുടെ എനർജി എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന എക്സസൈസ് വിഗറസ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ മോഡറേറ്റ് ഇന്റൻസിറ്റി ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ എക്സസൈസ് ചെയ്യുമ്പോൾ സപ്പോസ് ഒരു വ്യക്തി എക്സസൈസ് ചെയ്യുമ്പോൾ അയാൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്,
ബട്ട് പാട്ട് പാടാൻ സാധിക്കുന്നില്ല. അതായത് ഒരു വ്യക്തിയോട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ ഹി ഈസ് നോട്ട് ഏബിൾ ടു സിങ്. ദെൻ ദ ആക്ടിവിറ്റി ഇറ്റ് ഈസ് നോൺ ആസ് മോഡറേറ്റ് ആക്ടിവിറ്റി. അതിനെ നമുക്ക് മോഡറേറ്റ് ആക്ടിവിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി സപ്പോസ് ഒരു വ്യക്തി വളരെ കുറച്ച് വാക്കേ സംസാരിക്കാനായിട്ട് പറ്റുന്നുള്ളൂ, വിതൗട്ട് പോസിങ് ഫോർ ബ്രെത്ത്, ദെൻ ദ ഇന്റൻസിറ്റി ഈസ് വിഗറസ്, ദെൻ ഇറ്റ് ഈസ് ഹൈ ഇന്റൻസിറ്റി ആക്ടിവിറ്റി. ഇങ്ങനെയാണ് നമ്മൾ മോഡറേറ്റ് ഇന്റൻസിറ്റി ആണോ വിഗറസ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി ആണോ എന്ന് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മോണിറ്റർ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്കിത് ഇതൊരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് തന്നെയാണ്. അതായത് ഒരു വ്യക്തിക്ക് അതായത് സംസാരിക്കാൻ പറ്റുന്നു പക്ഷെ പാട്ട് പാടാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് മോഡറേറ്റ് ഇന്റൻസിറ്റി ആക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ആക്ടിവിറ്റി. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് എക്സസൈസ് ഓൺ ഡിഫറെന്റ് ബോഡി സിസ്റ്റം. അതിൽ ആദ്യത്തത് കാർഡിയോ വസ്കുലർ സിസ്റ്റം ആണ്. നമുക്കറിയാം കാർഡിയോ വസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അതായത് നമ്മുടെ ഹാർട്ടാണ് നമ്മുടെ ബോഡിയിലെ എൻ്റയർ പാർട്ടിലേക്കും ബ്ലഡും ഓക്സിജൻ എത്തും. ത്രൂ ബ്ലഡ് സപ്ലൈ ഓക്സിജൻ ഈസ് സപ്ലൈഡ് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതായത് ഒന്നാമത്തെ ചേഞ്ച് ആയിട്ട് പറയുന്നത് ദ സൈസ് ഓഫ് ദ ഹാർട്ട് ഇൻക്രീസ് എന്നാണ്. നമ്മുടെ ഹാർട്ടിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസ്ഡ് ഫിസ്റ്റ് ആണ് നമ്മുടെ ഓരോരുത്തരെയും ഹാർട്ടിന്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പം ഈ എൻഡ്യൂറൻസ് ട്രെയിനിങ്, അതായത് നമ്മൾ കാർഡിയോ ട്രെയിനിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സൈസ് ഓഫ് ദ ഹാർട്ട് ഇൻക്രീസസ്. അതായത് പ്രധാനമായിട്ടും ഒരുപാട് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത് 12 വീക്സ് ഓഫ് എൻഡ്യൂറൻസ് ട്രെയിനിങ്, അതായത് 12 ആഴ്ച നീണ്ടിരിക്കുന്ന എൻഡ്യൂറൻസ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ ഈ തിക്നെസ് ഓഫ് ദ വെൻട്രിക്കിൾ വാൾസ് ആൻഡ് ചേംബറിന്റെ സൈസും വലുതാവും. അങ്ങനെ വലുതാകുമ്പോൾ അഡ്വാൻറ്റേജ് വെച്ചാൽ കൂടുതൽ ബ്ലഡ് നമ്മുടെ ഈ ഇതിനകത്ത് വെൻട്രിക്കിളിലേക്ക് ഫില്ലാവുന്നതാണ്. അങ്ങനെ കൂടുതൽ ബ്ലഡ് കിട്ടുമ്പോൾ ഒറ്റ പമ്പിൽ തന്നെ ഒരുപാട് ബ്ലഡ് നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ എഫിഷ്യൻസി കൂടും എന്നുള്ളതാണ്. ഈ എൻഡ്യൂറൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ റെഗുലർ എക്സസൈസ് ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഹാർട്ട് സൈസ് ഉണ്ടാവും. അതിൻ്റെ വോളിയം തീർച്ചയായിട്ടും ഈ വെൻട്രിക്കിൾ വാൾസ് അതിൻ്റെ കട്ടി കൂടുന്തോറും അല്ലെങ്കിൽ അവിടെ ചേംബർ സൈസ് വലുതാവുമ്പോൾ തീർച്ചയായിട്ടും മോർ ബ്ലഡ് ഫിൽഡ് ഇൻ ദ ഹാർട്ട്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന്റെ കോൺട്രാക്റ്റബിലിറ്റി കൂടുന്നു. അങ്ങനെ മസിൽസിന്റെ കോൺട്രാക്റ്റബിലിറ്റി കൂടുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ബ്ലഡ് നമ്മളെ ബോഡിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നോട്ടീസബിൾ ചേഞ്ച് എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ഹാർട്ടാണ്. നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ്. നമുക്കറിയാം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മിനിറ്റിൽ നമ്മുടെ ഹൃദയം എത്ര പ്രാവശ്യം ഇടിക്കുന്നു എന്നുള്ളതാണ്. നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 72 ആണ്, അറൌണ്ട് 72 ആണ് നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടി പോകും. പക്ഷേ സ്ഥിരമായിട്ട് കാർഡിയാക് എക്സസൈസ് അല്ലെങ്കിൽ കാർഡിയോ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഹാർട്ട് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമുക്കറിയാം എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് മേടി പോകും, പക്ഷേ ഈ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് താഴ്ന്നു വന്നിട്ട് ക്രമേണ നമ്മുടെ ഈ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോഴും നമ്മുടെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുന്നത് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ആണ്. അപ്പോൾ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എപ്പോഴും 72 അതിൽ താഴെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം ഫിറ്റായി ട്രെയിൻ ചെയ്യുന്നോ, അതായത് നമ്മുടെ ഫിറ്റ്നസ് കൂടുന്നതോട് തീർച്ചയായിട്ടും നമ്മുടെ ഹാർട്ട് റേറ്റും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഹാർട്ട് റേറ്റ് കുറയുന്നത് നമ്മളെ ഒരു സ്ട്രോങ് ഹാർട്ടായിട്ട് കാണിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് സ്ട്രോക്ക് വോളിയം. അപ്പോൾ ഈ സ്ട്രോക്ക് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതാണ്. സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മളെ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഈ നമ്മുടെ ഈ ഹാർട്ടിനകത്ത് ബേസിക്കലി വെൻട്രിക്കിളും ഏട്രിയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്, റൈറ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്. അപ്പം ഈ ലെഫ്റ്റും റൈറ്റും വെൻട്രിക്കിളിൽ ഏതെങ്കിലും ലെഫ്റ്റ് ഓർ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ അളവ് ഒറ്റ ബീറ്റിൽ പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ അളവിനാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. അപ്പം റെഗുലർ എക്സസൈസ് ചെയ്യുന്ന ആൾക്ക് സ്ട്രോക്ക് വോളിയം കൂടുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് കാർഡിയാക് ഔട്ട്പുട്ട് ആണ്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ട്രോക്ക് വോളിയത്തിന്റെയും ഹാർട്ട് റേറ്റിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ആണ് തീർച്ചയായിട്ടും ഈ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. അതായത് കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് കാർഡിയാക് ഔട്ട്പുട്ട് ഉണ്ടാവും. കാർഡിയാക് ഔട്ട്പുട്ട് ബെറ്റർ ആകുന്നതോറും മോർ ബ്ലഡ് വിൽ ബി പംപ്ഡ് ടു ദ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ നമ്മുടെ ഹാർട്ട് കുറേ കൂടെ എഫിഷ്യൻ്റ് ആവും, പിന്നെ കോൺട്രാക്റ്റബിലിറ്റി കൂടും, ബ്ലഡ് വന്ന് അതിനകത്തേക്ക് മോർ ബ്ലഡ് വിൽ ബി സ്റ്റോർഡ് ആൻഡ് വിൽ ബി പംപ്ഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. അപ്പം തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാർഡിയാക് ഔട്ട്പുട്ട് കൂടും എന്നുള്ളതാണ്. നെക്സ്റ്റ് നോട്ടീസബിൾ ചേഞ്ച് എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ. തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ക്രമേണ നമ്മൾ എക്സസൈസ് ചെയ്ത് നമ്മുടെ കാർഡിയാക് ഫിറ്റ്നസ് കൂടുന്നതോറും തീർച്ചയായിട്ടും BP നോർമലായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം BP വിൽ ബി
മെയിൻറ്റെയിൻ ത്രൂ ദ ലൈഫ്. അപ്പോൾ എഫക്റ്റീവായിട്ട് നമ്മൾ ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബോഡി പല ഡിസ്കംഫർട്ടും ഉണ്ടാവും. അപ്പം എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടുവരുന്ന നോർമൽ BP ആയിരിക്കും. പിന്നീട് വരുന്ന ബ്ലഡ് ഫ്ലോ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുമ്പോൾ നാച്ചുറലി ബ്ലഡ് ഫ്ലോ കൂടുതലായിരിക്കും. നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഒഴുകുന്ന ബ്ലഡിന്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെ ബ്ലഡിന്റെ അളവ് കൂടുന്തോറും തീർച്ചയായിട്ടും നമ്മുടെ ബോഡിക്ക് ഒരുപാട് ബ്ലഡ് കിട്ടിക്കൊണ്ടിരിക്കും. മോർ ഓക്സിജൻ വിൽ ബി സപ്ലൈ ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഇതാണ്. സൈസ് ഓഫ് ദ ഹാർട്ട്, ദെൻ ദ ഹാർട്ട് റേറ്റ് ഡിക്രീസസ്, മോർ സ്ട്രോക്ക് വോളിയം, മോർ കാർഡിയാക് ഔട്ട്പുട്ട്, more blood flow and blood pressure will be reduced. ഇതാണ് എക്സസൈസ് ചെയ്യുമ്പോൾ ഒരാളുടെ ഹാർട്ടിന് ഉണ്ടാകുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ കാർഡിയോ വസ്കുലർ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ്. അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. സി ന്യൂട്രിയൻസ് ഈസ് റിലീസ്ഡ് വെൻ അവർ ബോഡി വർക്ക്സ്. സോ ദ പ്രോസസ് ഓഫ് റിലീസിങ് എനർജി ഫ്രം ദ ന്യൂട്രിയൻസ് ഈസ് കോൾഡ് ആസ് റെസ്പിറേഷൻ. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രധാന ചേഞ്ച് എന്ന് പറയുന്നത് ലങ് വോളിയം ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മൾ എൻഡ്യൂറൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ കുറച്ച് നാൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലങ് വോളിയം ഇൻക്രീസ് ചെയ്യും, നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും ഡ്യൂ ടു ദിസ് എൻഡ്യൂറൻസ് ട്രെയിനിങ്. ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് ചേഞ്ച്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ചേഞ്ച് ആണ് ബ്രീത്തിങ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് ഡിക്രീസ് ചെയ്യും. ഈ റെസ്പിറേറ്ററി റേറ്റ് അല്ലെങ്കിൽ ബ്രീത്തിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ നമ്മൾ എത്ര പ്രാവശ്യം ബ്രീത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ എൻഡ്യൂറൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ കുറച്ച് നാൾ ട്രെയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കുറഞ്ഞു വരും. അത് തീർച്ചയായിട്ടും നമ്മുടെ ബോഡിക്ക് വളരെ എഫക്റ്റീവാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ ചേഞ്ച് ആണ് മാക്സിമം മൈന്യൂട്ട് വെന്റിലേഷൻ. മാക്സിമം മൈന്യൂട്ട് വെന്റിലേഷൻ എന്ന് പറയുന്നത് മാക്സിമം എമൗണ്ട് ഓഫ് എയർ എക്സ്പയർസ് ഓർ ഇൻസ്പയർസ് ഇൻ 1 minute. അതാണ് മാക്സിമം മൈന്യൂട്ട് വെന്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മാക്സിമം മൈന്യൂട്ട് വെന്റിലേഷൻ ഇൻക്രീസ് ചെയ്യും. മാക്സിമം മൈന്യൂട്ട് വെന്റിലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ മോർ ഓക്സിജൻ ഈസ് ഗോൺ ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ എമൗണ്ട് ഓഫ് എയർ ഇൻസ്പയർ ചെയ്യുന്നത് എക്സ്പയർ ചെയ്യുന്നത് നമുക്ക് 1 minute ഇത് കൂട്ടാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് മാക്സിമം മൈന്യൂട്ട് വെന്റിലേഷന്റെ പ്രത്യേകത. നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ടൈഡൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ടൈഡൽ വോളിയം ഈസ് എ എമൗണ്ട് ഓഫ് എയർ ഇൻസ്പയർസ് ഓർ എക്സ്പയർസ് ഇൻ 1 breath. ഒരു ബ്രത്തിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നതും എക്സ്പയർ ചെയ്യുന്നതും എയറിന്റെ അളവിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ടൈഡൽ വോളിയം ഇൻക്രീസ് ചെയ്യും. നാലാമത്തെ ചേഞ്ച് ആണ് നമ്മളെ വെന്റിലേറ്ററി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വെന്റിലേറ്ററി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും. പൾമിനറി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ടേക്സ് പ്ലേസ് ഇൻ ദ ആൽവിയോലൈ. ഡ്യൂറിങ് മാക്സിമം ലെവൽ ഓഫ് എക്സസൈസ് മോർ ആൽവിയോലൈ വിൽ ബിക്കം ആക്റ്റീവ്. അങ്ങനെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം വളരെ ആക്റ്റീവ് ആവുന്നു, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി എക്സസൈസ് കൊണ്ട് നമ്മുടെ മസ്കുലാർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ മസിൽസ് തീർച്ചയായിട്ടും നമ്മുടെ മൂവ്മെന്റ് റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ചേഞ്ചസ് ആണ് നമ്മുടെ മസ്കുലാർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ ആക്റ്റിൻ മയോസിൻ സ്ലൈഡ് ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് കോൺട്രാക്ഷൻസ് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസ്കുലാർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന മേജർ ചേഞ്ചസ് ആണ് ഹൈപ്പർട്രോഫി ഓഫ് ദ മസിൽസ്. ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ തിക്നെസ് ഓഫ് ദ മസിൽ ഫൈബർ. അതായത് നമ്മുടെ മസിൽ ഫൈബറിന്റെ തിക്നെസ് കൂടുന്നു. തിക്നെസ് കൂടുന്നതിനാണ് നമുക്ക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഹൈപ്പർട്രോഫി എന്ന് വെച്ചാൽ സൈസ് ഓഫ് ദ മസിൽ ഫൈബർ ഇൻക്രീസസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് പോലെയുള്ള ട്രെയിനിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ മസിൽ ഹൈപ്പർട്രോഫി വിസിബിൾ ആവും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഹൈപ്പർട്രോഫി കൂടുന്തോറും നമുക്ക് ബെറ്റർ സ്ട്രെങ്ത് ഉണ്ടാവും. തീർച്ചയായിട്ടും കാപ്പിലറി ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് നമ്മുടെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കാണുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടീസബിൾ ചേഞ്ച് ആണ് കാപ്പിലറി ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. കാപ്പിലറി ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും വിച്ച് വിൽ അൾട്ടിമേറ്റ്ലി കോസ് മോർ ഫോഴ്സ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ടു ദ മസിൽസ് ഇൻക്രീസസ്. ആക്ച്വലി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ബ്ലഡ് ഫ്ലോ ഡിഫറെന്റ് മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. ദെൻ കണക്റ്റീവ് ടിഷ്യൂ ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മുടെ സ്കെൽറ്റൽ മസിൽസിന്റെ കണക്റ്റീവ് ടിഷ്യൂസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി. അതായത് നാച്ചുറലി നമ്മൾ ഹൈപ്പർട്രോഫി, അതായത് മസിൽ ഹൈപ്പർട്രോഫി കൂടുന്തോറും തീർച്ചയായിട്ടും നമ്മുടെ മസ്കുലാർ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യും, ഒപ്പം മസ്കുലാർ എൻഡ്യൂറൻസ് ഇംപ്രൂവ് ചെയ്യും. ഈ കാപ്പിലറി ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മോർ എനർജി പ്രൊഡക്ഷൻ ആണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും
നമ്മുടെ മസിൽസ് നമ്മുടെ ബോഡിക്ക് വളരെ ആക്റ്റീവ് ആകാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പം എക്സസൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് നമ്മുടെ മസിൽസിൽ ഹാപ്പൻ ചെയ്യും. ബയോകെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മയോഗ്ലോബിൻ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നു, നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ ഇൻക്രീസ് ചെയ്യുന്നു. നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബെറ്റർ ഫോഴ്സ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ദെൻ ഓക്സിഡൈസേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ്, ബെറ്റർ എനർജി ഈസ് റിലീസ്ഡ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസ്കുലാർ സിസ്റ്റത്തിൽ ഒരുപാട് ചേഞ്ചസ് ഹാപ്പൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ മസ്കുലാർ സിസ്റ്റത്തിനെ പോലെ തന്നെയാണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം. നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം ഒരുപാട് ഫങ്ഷൻ നമ്മുടെ ബോഡി ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇറ്റ് ആക്ട് ആസ് എ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ആക്ട് ആസ് എ ലീവർ വിച്ച് വിൽ അലൗ ദ ബോഡി ടു ഹാവ് ഡിഫറെന്റ് മൂവ്മെന്റ്സ്. നമ്മളെ ബോഡി ഒരുപാട് മൂവ്മെന്റ്സ് ചെയ്യാൻ നമ്മളൊരു ലിവർ ആയിട്ട് ആക്ട് എന്നുള്ളതാണ് സ്കെലിറ്റൽ ബോൺസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റമാണ്. തീർച്ചയായിട്ടും ഈ സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ വെൻ ദ ബോഡി, അതായത് നമ്മളെ ബോഡി ഫ്ലൂയിഡ്സിൽ റിലീസ് ചെയ്യുന്ന കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിക്ക് വേണ്ട കാൽസ്യം റിലീസ് ചെയ്യുന്നത് ഈ സ്കെലിറ്റൽ ബോൺസിൽ നിന്നാണ് തീർച്ചയായിട്ടും ഈ കാൽസ്യം റിലീസ് ചെയ്യുന്നത്. സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ്, ഇറ്റ് മെയിൻറ്റെയിൻസ് ആൻഡ് ഇറ്റ് റിപ്പയർസ് ഇറ്റ്സെൽഫ് എന്നുള്ളതാണ്. സ്വയമായിട്ട് ഇതെല്ലാം ചെയ്യൂ എന്നുള്ളതാണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത. പിന്നെ നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ് സർഫസ് ഫോർ ദ അറ്റാച്ച്മെന്റ് ഓഫ് മസിൽസ് ടു ദ ബോൺസ്. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ബോണിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മസിൽസും ബോൺസും ഇതെല്ലാം വളരെ എഫക്റ്റീവായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എഫക്റ്റീവായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ എക്സസൈസ് കൊണ്ട് നമ്മുടെ ഈ സിസ്റ്റംസ് എല്ലാം ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ